ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ 5 മണി തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം അടുക്കള ജോലികൾ, ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളും പിന്നെ അതിനുശേഷം പുറത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ തന്നേക്കണേ. അപ്പോൾ രാവിലെ ഇന്ന് കാപ്പിക്ക് ഇഡ്ഡലിയാണ്. അപ്പം സാമ്പാറും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ആ പച്ചക്കറി കിറ്റ് വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അവിയൽ സാമ്പാറൊക്കെ വെച്ചിട്ട് ബാക്കി കുറച്ച് കഷ്ണങ്ങൾ മിച്ചമുണ്ടായിരുന്നു. അപ്പോൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇഡ്ഡലി ഒഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഇഡ്ഡലി തട്ട് 3 തട്ടുണ്ട്. അതിൽ 2 എനിക്കിപ്പോൾ ആവശ്യമുള്ളൂ. അപ്പം ഒരു തട്ടിൽ തന്നെ 7 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടാണ്. അപ്പം നമുക്ക് 2 ആവശ്യം ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ 2 നിറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരല്പം വലിയ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ. അപ്പോൾ തട്ടും വലുതാണ്. പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒത്തിരി പേരൊക്കെയുള്ള ആവശ്യത്തിനാകുമ്പോൾ നമുക്ക് ഇത് ഉപകാരപ്പെടാറുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നേരം പയ്യെ വെളുത്തു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒഴുകമീൻ വെട്ടിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വറുക്കാനായിട്ട് പോവാണ്. അപ്പം മസാലയൊക്കെ തിരുമിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം പിന്നെ അതും കൂടെ വറുത്തെടുത്തു. പിന്നെ ഇന്ന് തോരൻ കറി അങ്ങനെയൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ തലേദിവസം മോര് കാച്ചിയ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അയലമീൻ രാത്രി കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടും 2 കഷ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെയാണ് ചോറ് കൊടുത്തുവിടാനായിട്ട് എടുത്തത്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ പാല് കൊണ്ടുവന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ചായ ഇട്ടു. ചായയൊക്കെ ഇട്ട് ഞാനും കുടിച്ച ശേഷം പിന്നെ അപ്പോഴത്തേക്ക് അരിയൊക്കെ വാർക്കാറായിട്ടുണ്ടായിരുന്നു. അരി വാർന്നു കേട്ടോ. ഈ ഒഴുകമീൻ വറുക്കുന്ന സമയത്തില്ലേ കുറച്ചധികം കറിവേപ്പില അതിലേക്ക് ഇടുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ആ കറിവേപ്പിലയും കൂടി അതിനകത്ത് കിടന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും ഒഴുക അങ്ങനെ വറുക്കണത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതേ അടുത്ത അടുപ്പയിലേക്ക് ഞാൻ സാമ്പാറിനുള്ള പൊടികളെല്ലാം മൂപ്പിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും കൂടെ എണ്ണയ്ക്കകത്ത് കടുകൊക്കെ വറുത്ത് മൂപ്പിച്ചാണ് ചേർക്കുന്നത്. പിന്നെ ഇതാ തലേദിവസം മോരുകറി ഉണ്ടായിരുന്നെങ്കിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ അങ്ങനെയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതാ എപ്പോഴും ഇപ്പോൾ 2 ദിവസമായിട്ട് എപ്പോഴും മഴയാണ്. ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ ഒന്ന് തോരും. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ആ സൈഡിലെ ചെടികളൊക്കെ വെച്ചതൊന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ ഓസിട്ട് നനച്ച സമയത്ത് കുറച്ചൊന്ന് നനഞ്ഞു പോയി കേട്ടോ തിണ്ണ. അപ്പോൾ അതൊന്ന് തുടച്ചിടാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ കാലത്തെ ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. രാവിലെ അലക്കും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിരാവിലെ കുളിച്ചിട്ടൊക്കെ അടുക്കളയിൽ കയറി നിന്ന് ഭക്ഷണം ഉണ്ടാക്കാനും വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും അതൊക്കെയാണ് ഇഷ്ടം. പക്ഷേ രാവിലെയൊന്നും ആരോഗ്യ പ്രശ്നം കാരണം അത്രയും വെളുപ്പിനൊന്നും കുളിക്കാനായിട്ട് പറ്റാറില്ല കേട്ടോ. പിന്നെ ഇത് മഴയൊക്കെ ആണെങ്കിലും ഞാൻ ചെടികളുടെയൊക്കെ അടുത്തൂടെ ഒന്ന് പോയി നോക്കി. അപ്പോൾ രാവിലെ ആ സൈഡിലുള്ള ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. എങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ഈ മഴയൊക്കെയാണെങ്കിൽ ചില ചെടികളൊക്കെ ചീഞ്ഞൊക്കെ പോകും അധികമായിട്ട് വെള്ളമൊക്കെ വീഴുമ്പോൾ. അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് നോക്കി നടക്കും. നല്ല മഴയാണെങ്കിലും മുറ്റത്ത് ഇറങ്ങാൻ പോലും തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കുളി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ മുറിക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ബാക്കി അടുക്കള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലാണ് മുറ്റത്തേക്കൊക്കെ ഇറങ്ങാറുള്ളൂ. പിന്നെ ഞാൻ എന്നും കോഴിക്ക് കുറച്ച് ചീരയിലയോ അങ്ങനെ പച്ചിലയോ എന്തെങ്കിലും കൊടുക്കുന്ന കേട്ടോ. ഇപ്പോൾ 2 കോഴിയേ ഉള്ളൂ നമുക്ക്. എങ്കിലും അത് മുട്ടയിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചിലയൊക്കെ ഉച്ച സമയത്ത് കൊടുക്കുന്നതാണ്. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് നടക്കും തോന്നണില്ല. അത് എടുക്കാനായിട്ട് ഇച്ചിരി മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് അതുങ്ങൾക്ക് ആ തീറ്റ വാങ്ങിയ കുട്ടും കൂടെ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തു. ഈ ഒരു വെള്ളം കണ്ടോ, നമ്മുടെ ചെറിയൊരു തോടാണ്. അവിടെ ഈ മഴ സമയത്ത് നല്ല വെള്ളമുണ്ട്. പിന്നെ ഈ വെള്ളം അധികമായിട്ട് വീഴുന്നത് നമ്മുടെ മുകളിൽ നിന്ന് ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാത്തി വെച്ച വെള്ളമാണ് കേട്ടോ. പിന്നെ ഞാൻ അകത്തേക്ക് കയറി പോന്നു. അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ സ്ഥാനങ്ങളിലൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അപ്പോൾ ഏകദേശം എൻ്റെ ഉച്ചയ്ക്ക് മുമ്പുള്ള എല്ലാ ജോലികളും തന്നെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചാൽ മതി. പിന്നെ വിശ്രമിക്കുന്ന സമയമാണ് കേട്ടോ. പകൽ അങ്ങനെ കിടന്നുറങ്ങാറില്ല, എങ്കിലും കിടക്കും. ചില സമയത്ത് മാത്രം ഒന്ന് ഉറങ്ങിപ്പോവുള്ളൂ. അധിക സമയമൊന്നും അങ്ങനെ കിടന്നുറങ്ങാറില്ല. പിന്നെ എന്തെങ്കിലും ക്ഷീണമൊക്കെ കൂടുതലുള്ളപ്പോൾ മാത്രമാണ് അങ്ങനെ ഉറങ്ങാനായിട്ടൊരു കിടപ്പ് കിടക്കാറുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞുള്ള ഒരു ജോലിക്കും നമുക്ക് പറ്റത്തില്ല. എന്തോ ഭയങ്കര ഒരു ക്ഷീണമാണ്. തലയ്ക്കൊക്കെ കനം വെച്ചേ ഇരിക്കുള്ളൂ. ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉറങ്ങി കഴിയുമ്പോഴാണ് ക്ഷീണം. അങ്ങനെ തോന്നുന്നവരാരെങ്കിലും ഉണ്ടോ?